നമുക്കൊരു കൊട്ടേഷൻ കിട്ടി. കൃത്യമായി പറഞ്ഞ മാർച്ച് മാസം 11-ാം തീയതി. സമയം കാലത്ത് 6 മണി. അങ്ങനെ കൊട്ടേഷൻ നമ്മൾ ഏറ്റെടുത്തു. ഇനി പ്ലാനിങ് ആണ്. കൃത്യമായി പ്ലാനിങ് നടത്തി. എടുക്കേണ്ട ആയുധം ഏതാണെന്ന് വരെ പ്ലാൻ ചെയ്തു. നല്ല വെടുപ്പായിട്ട് പണി ചെയ്തപ്പോൾ റെഡി ക്യാഷ് കയ്യിലും കെട്ടി. എല്ലാവർക്കും വിഷ്ണു ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ നിൽക്കുന്ന 2 വാഴക്കൊലകൾ കണ്ടോ? നമ്മൾ കണ്ട പോലെ ഇവനെ വേറെ കുറേ ആൾക്കാരും കണ്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം. വേറെ ആരുമല്ല, കിളികളും അണ്ണാനും കൊറോണ വവ്വാലും ഒക്കെ തന്നെ. ഇതുങ്ങളെ 2നെയും വെട്ടി കടയിൽ കൊണ്ട് കൊടുത്ത് കാശ് വാങ്ങണം. അതാണ് ഇന്നത്തെ കൊട്ടേഷൻ. സംഗതി പറയുമ്പോൾ നിസ്സാരമാണ്, എന്നാൽ അത്ര നിസ്സാരമല്ല. നല്ല ഹൈറ്റുള്ള വാഴ ആയതുകൊണ്ട് തന്നെ താഴെ വീഴാണ്ട് മുറിക്കണം. വാഴയുടെ നടുവിന് നോക്കി വെട്ടിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഷെഡും അപ്പുറത്ത് കൃഷിയും ഒക്കെ ആയതുകൊണ്ട് താഴെ വീഴാണ്ട് എടുക്കുക എന്നത് കുറച്ച് പണിയാണ്. ഒന്ന് വേഗം ഒന്ന് താഴേക്ക് വാടേ. ഞാനെത്തി, എന്നാ പിടിച്ചോ. അങ്ങനെ വെട്ടി ഇറക്കി ഗൈസ്. ഇനി ഒന്നും കൂടെ ഉണ്ട്. മിഷൻ സക്സസ്. പിണ്ടി മാത്രം ബാക്കി. വലിയ വെയിറ്റ് ഒന്നുമില്ല. വല്ലം കിട്ടുമെന്തോ. എൻ്റെ അമ്മച്ചേ, ഇതിന് കുറച്ച് മണി വെയിറ്റ് ഉണ്ട്. കറണ്ട് ഡിക്കി തുറക്കുന്നു, 2നെ ഡിക്കി തട്ടുന്നു. കറയാണ്ടിരിക്കാൻ നമുക്ക് ചാക്കിട്ടേക്കാം. എന്നാ പിന്നെ ഇവരെ കൊണ്ട് ടൗണിൽ കൊണ്ട് തട്ടിയിട്ട് വരാം ഗൈസ്. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഇവിടുന്ന് 1 കിലോമീറ്റർ പോകണം. സ്ഥലമെത്തി. ഈ അച്ഛൻ്റെ ഷോപ്പിലാണ് നമ്മൾ കോഴിമുട്ടയും വാഴക്കൊലയും എല്ലാം കൊടുക്കുന്നത്. രണ്ടും കൂടി ഒരു 10-30 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ കാറ് കാലിയാക്കി. 500, 200, 1200 രൂപ കിട്ടി. അവിടെ നിന്ന് നേരെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഫാക്ടറിയിലേക്ക്. അതിൻ്റെ വിശേഷങ്ങൾ വഴിയേ പറയാം. സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമ്മൾ വാങ്ങുന്ന ടിഷ്യൂ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഉടനെ അതിൻ്റെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.